ഇന്ത്യനും ചൈനീസും ഒരേപോലെ തന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇന്ന് ഡിന്നറിന് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകണം എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാണ് ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയത്. കുറച്ച് ദിവസമായിട്ട് പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് ആക്കാം എന്നുള്ളൊരു ആലോചനയിലേക്ക് എത്തിയത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാവുന്ന നല്ല ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോകണം എന്നുകൊണ്ട് വിചാരിച്ചത് കൊണ്ടാണ് ഇവിടേക്ക് തന്നെ എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഒരു മാഞ്ചോ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്ത് നമ്മൾ തുടങ്ങി. ആ വറുത്തെടുത്ത ക്രിസ്പി നൂഡിൽസ് സൂപ്പിലിട്ട് ഇളക്കി ആ സൂപ്പും ക്രിസ്പി നൂഡിൽസും കൂടി ഒരുമിച്ച് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അത് ഗംഭീരം തന്നെയായിരുന്നു. അത് കഴിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ സമയം കളയാതെ നമ്മളുടെ മെയിൻ കോഴ്സും ഓർഡർ ചെയ്തിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും ബട്ടർ ചിക്കനും പിന്നെ എന്തെങ്കിലും ഒരു ഡ്രൈ ഐറ്റം വേണമെന്ന് ആലോചിച്ച് സ്ഥിരം ചിക്കൻ കബാബിലൊന്നും പോകാതെ ഡ്രൈ ഫ്രൈ ഗോബിയാണ് നമ്മളെടുത്തത്. ആദ്യം ഡ്രൈ ഗോബി തന്നെ എടുത്തു. അതിൻ്റെ മുകളിലേക്ക് ആ നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് അതിൻ്റെ പുളിരസത്തോടു കൂടെ തന്നെ ആ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ചൂടോടെ തന്നെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴുള്ള ആ ഒരു സ്വാദ് അടിപൊളിയാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി മൽപ്പിടുത്തം ചിക്കൻ ബിരിയാണിയോടാകാം എന്ന് വിചാരിച്ച് ബിരിയാണി നമ്മളുടെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടു. ചിക്കൻ്റെ നല്ലൊരു പീസ് തന്നെയാട്ടോ കിട്ടിയത് എൻ്റെ പോർഷനിൽ. ബിരിയാണി എപ്പോഴും എനിക്ക് നല്ല വെളുത്ത കളറിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറിലൊക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം ഓവർ കളറൊക്കെ ചേർത്ത് അതിനെ ഭയങ്കര കളർഫുൾ ആക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യാതൊരുവിധ യോജിപ്പും ഇല്ല. ചിക്കൻ ബിരിയാണി നല്ല ചൂടോടുകൂടെ ആയതുകൊണ്ട് തന്നെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിരുന്നത് കൊണ്ടും റൈസൊന്നും ഒട്ടും ഒട്ടിപ്പില്ലാതെ എല്ലാം വിട്ട് നിൽക്കുന്നത് കൊണ്ടും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ അനുഭവപ്പെട്ടു. ഇനി നമുക്ക് നമ്മളുടെ ആ ഫ്രൈഡ് റൈസും പിന്നെ അതിലൊന്ന് ബട്ടർ ചിക്കൻ ഇട്ട് ആ ഒരു ഇൻഡോ ചൈനീസ് ഫ്യൂഷൻ എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പുതിയൊരു ടേസ്റ്റ് എൻ്റെ നാവിന് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ടു ബി ഫ്രാങ്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്പം കൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചില്ലി ചിക്കനോ ചിക്കൻ മഞ്ചൂരിയനോ അല്ലെങ്കിൽ ലോലിപോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ചൈനീസ് ഡിഷ് തന്നെ ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഫ്രൈഡ് റൈസ് ആയാലും ബിരിയാണി ആയാലും ബട്ടർ ചിക്കൻ ആയാലും ആദ്യം നമ്മൾ കഴിച്ച കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ ആയാലും എല്ലാം നന്നായിട്ട് വെൽ കുക്ക്ഡ് ആയിരുന്നു. നല്ല ഫ്ലേവേഴ്സൊക്കെ നല്ല ടേസ്റ്റ് ഉളവാക്കുന്നതായിരുന്നു. ഓവർ മസാല ഒന്നിട്ട് നമ്മൾ വെറുപ്പിക്കാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പൊതുവെ നമ്മൾ ദഹിക്കാനായിട്ട് ഒരു സുലൈമാനിയൊക്കെയാണ് കഴിക്കാറ്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു മിൻറ്റ് ലൈം അടിക്കാനാണ് എൻ്റെ മനസ്സിന് തോന്നിയത്. അതുകൊണ്ട് തന്നെ മിൻറ്റ് ലൈം ഓർഡർ ചെയ്തു. എന്നിട്ട് പ്ലേറ്റ് വടിച്ച് ക്ലീൻ ആക്കിയ പോലെ തന്നെ അധികം വൈകാതെ ആ ഗ്ലാസും ഞാൻ കാലിയാക്കി. ഇന്നത്തെ ഈ ഒരു ഫുഡിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10. ഇത് കോഴിക്കോട് ചെവായൂരുള്ള നമ്മളുടെ മെഡിക്കൽ കോളേജിനൊക്കെ അടുത്തായിട്ട് വരുന്ന ടോപ്പ് ഫോം റെസ്റ്റോറൻ്റ് ആണ്. മനസ്സും വയറും നിറഞ്ഞു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.